ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? വാ നമുക്ക് ഉണ്ടാക്കാവേ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യമായി 3 കോഴിമുട്ട എടുത്ത് നന്നായി പതപ്പിച്ചെടുക്കുക. ഈ പതപ്പിയിലാണ് ഇതിൻ്റെ എല്ലാ കാര്യം ഇരിക്കുന്നത് കേട്ടോ. അത് കാരണം നമുക്ക് നന്നായി പതപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2-3 തുള്ളി വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ബീറ്റ് ചെയ്ത ശേഷം 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ പതപ്പിച്ചെടുക്കാം. ആദ്യം പഞ്ചസാര മുഴുവനോടെ ഇട്ടേക്കല്ലേ, പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇട്ട് നമുക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. നന്നായി പതഞ്ഞ് വരാൻ ശ്രദ്ധിക്കണേ. നമ്മുടെ പഞ്ചസാര മുട്ടയും കൂടെ ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ബ്ലേഡ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. ഈ സമയം നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്യുന്നില്ല, ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് സാവധാനം ഇളക്കണം. ബീറ്റ് ചെയ്യല് പഞ്ചസാര ചേർത്ത് ഇളക്കിയ മൈദയുണ്ട്. ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ തവണ ചേർത്ത് പയ്യെ ഇളക്കി കൊടുക്കാം. എല്ലാവരും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് കൂടി ചേർക്കാം. തീർന്ന് കേട്ടോ. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി അരിച്ചിടുന്നുണ്ടേ. കൊക്കോ പൗഡർ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഞാൻ ഇട്ടു. എനിക്കിഷ്ടമാട്ടോ കൊക്കോ പൗഡർ. ടേസ്റ്റ് എനിക്ക് അതുകൂടെ ഇഷ്ടമാണ്. അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഹായ്, കാണാൻ നല്ല രസം അല്ലേ? നമ്മുടെ ബേക്കിംഗ് ടൈം 160 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് നമ്മൾ വെക്കുന്നത്. ഇതിൽ കുമ്പളകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടി ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചൊന്ന് കറക്കിക്കുക. അത് കഴിഞ്ഞ് 2-3 തവണ ഇതുപോലെ ഒന്ന് അടിക്കണം. നമുക്കിതിലേക്കുള്ള ക്രീം തയ്യാറാക്കാം. മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റിൻ്റെയും വെണ്ണ ചേർത്ത് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ കേക്ക് ഇതേ തണുത്ത ശേഷം ഞാൻ വെളിയിലേക്ക് എടുത്തു. നോക്കാം അടിപൊളി കൊള്ളാം. രക്ഷപ്പെട്ടു നല്ല കിട്ടി. നമുക്ക് ഡെക്കറേഷൻ തുടങ്ങാം. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കി. കുഴപ്പമില്ലായിരുന്നു. ഓരോ ഉശിരുള്ളത്തെ ഞാൻ ചോക്ലേറ്റ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അവസാനം നല്ല ലുക്ക് കിട്ടി. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരുടെയും ഫീഡ്ബാക്ക് അറിയിക്കണേ.